കോൺഗ്രസ് തിടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. തിടനാട് പഞ്ചായത്തിലെ കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനത്തിലും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് തിടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ജനപങ്കാളിത്തം മൂലം ശ്രദ്ധേയമായി. തിടനാട് പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളും കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമായി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം നൽകുക, കുടുംബശ്രീയുടെ പ്രവർത്തനം സുതാര്യവും നിഷ്പക്ഷവുമാക്കുക. കഴിഞ്ഞ 4 വർഷമായി പഞ്ചായത്തിൽ പുതിയ പദ്ധതി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നും പഞ്ചായത്തിന്റെ പല ഭാഗത്തും കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിച്ചു. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നും കാട്ടുപന്നി ശല്യം മൂലം കർഷകർക്കുണ്ടാവുന്ന നാശനഷ്ടം വർദ്ധിപ്പിക്കണമെന്നും കൃഷിനാശം വരുത്തുന്ന പന്നികളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുന്നതിന് പകരം മറ്റ് മാർഗങ്ങൾ അവലംബിക്കണമെന്നും യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കേരളോത്സവം കേരളത്തിൽ നടത്താത്ത ഏക പഞ്ചായത്തായി തിടനാട് പഞ്ചായത്ത് മാറിയെന്നും ആരോപിച്ചു. പഞ്ചായത്തിന്റെ കുടിവെള്ള കിണറുകൾ സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയത് തിരിച്ചുപിടിക്കാൻ യാതൊരു മാർഗവും സ്വീകരിക്കുന്നില്ല എന്നും പട്ടികജാതി പട്ടികവർഗ ഫണ്ട് വിതരണം സുതാര്യവും നീതിപൂർവമാക്കണമെന്നും പഞ്ചായത്തിലെ പാലങ്ങളുടെ കൈവരികളെല്ലാം തകർന്ന നിലയിലാണെന്നും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ ധർണാ സമരം തുടരേണ്ടി വരുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് പറഞ്ഞു. ഒരു നാട്ടിലെ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുന്ന സ്വയംഭരണ സ്ഥാപനമാണ്. അങ്ങനെയാണ് ഈ സ്ഥാപനത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത്. 95 മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുള്ള പഞ്ചായത്ത് സംവിധാനമല്ല 95 തെരഞ്ഞെടുപ്പോടുകൂടി നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ളത്. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് പോലും പഞ്ചായത്തുകളിൽ 8 വർഷം 10 വർഷം 18 വർഷം കൂടുമ്പോഴും ചേർന്നു. ഇപ്പൊ കൃത്യമായി 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടായത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ പഞ്ചായത്തുകൾ ഭരണഘടനയല്ലായിരുന്നു. പഞ്ചായത്തുകൾ ഭരണഘടനാ സ്ഥാപനങ്ങളായി മാറ്റിയത് രാജീവ് ഗാന്ധി അതിന് തുടക്കം കുറിക്കുകയും നരസിംഹറാവുവിന്റെ കാലത്ത് അത് നടപ്പാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ 73-74 ഭേദഗതികളായി രാജ്യത്ത് പഞ്ചായത്ത് രാജും നഗരപാലിക ബില്ലുകളും രാജ്യത്ത് സ്ഥാപിതമായി. കോൺഗ്രസ് തിടനാട് മണ്ഡലം പ്രസിഡന്റ് റോയ് തുരുത്തേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ധർണാ സമരത്തിന് DCC മെമ്പർ PH നൌഷാദ് മുഖ്യ പ്രഭാഷണം നടത്തി. വർക്കിച്ചൻ വയമ്പോത്തനാൽ, വർക്കീസ് കറിയ പൊട്ടംകുളം, ബിനോ ജോസഫ് മുളിങ്ങാശ്ശേരി, ജോയി പാതാഴ, ജോസഫ് കിണറ്റുകര, ജോസ് കുട്ടി മുട്ടത്തുകുന്നൽ, ജോമോൻ മണ്ണൂർ, ബിജു പാറയിൽ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. i4A ന്യൂസ് പാല.